ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു നമ്മൾ പുതിയൊരു വ്ളോഗാണ്. എന്ന് വെച്ചാൽ നമ്മൾ കമ്പനിയിൽ ഒരു ഓണ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെ ഇന്ന് ഓണം മാത്രമല്ല, നമ്മുടെ നബിദിനം കൂടെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും വക നബിദിനാശംസകളും കൂടെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കമ്പനിയിലത്തെ ഓണപ്പരിപാടികൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഓഫീസിൽ ഉള്ള എല്ലാവരും ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഇതാ സദ്യയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓഫീസിലെത്താൻ വേണ്ടിയിട്ട് 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ബസ് കിട്ടുന്നില്ലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ. കാരണം സാരി ആണല്ലോ ഇന്ന് ഇടേണ്ട. അപ്പോൾ അത് ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ സമയമാവുമല്ലോ. നമ്മൾ ഒരുക്കെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് കിട്ടണമല്ലോ. പിന്നെ സാരി ഞങ്ങൾക്ക് ഇടാൻ അറിയാത്തതുകൊണ്ട് തന്നെ അയൽവാസിയായിരുന്നു കേട്ടോ എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഉണപ്പൊക്കെ നമ്മുടെ ഷോഫാബിൻ്റെ തീമിലാട്ടോ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഉണപ്പ്. അങ്ങനെ ഇതാ ഞങ്ങൾ സദ്യ കഴിക്കുന്നതാണ്. നല്ല അടിപൊളി സാമ്പാറും അച്ചാറും അവിയൽ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഇതിലേക്കുള്ള പായസം അതൊരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആവശ്യത്തെ ഓണസദ്യ നിങ്ങളൊക്കെ കഴിച്ചോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ഓണപ്പരിപാടികൾ വെച്ചാൽ വർക്കിന് പോകുന്നവരാണെങ്കിൽ അവരെ ജോലി സ്ഥലത്തുള്ള ഓണപ്പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. അതിൻ്റെ ഇടയിൽ ഈ പായസം പപ്പടം കൂട്ടിയിട്ടും പഴം കൂട്ടിയിട്ടും കഴിക്കാമെന്ന് പറഞ്ഞു കഴിക്കുക എന്നുള്ള കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും കഴിക്കാൻ കഴിയില്ല. കാരണം ഞാൻ പായസം നല്ല ആസ്വദിച്ച് 2 ഗ്ലാസ് ഞാൻ ഒറ്റയടിക്ക് കുടിച്ചു. അപ്പോൾ അതെങ്ങനെ കഴിക്കുന്നതെന്നുള്ള കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യം പഴം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്, പിന്നെ പപ്പടം കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ ആൾ പറയുന്നത്. ഇനി ഞങ്ങളിവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ടെലികോളറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് ഓൺലൈനിൽ ഇരുന്നിട്ട് കേട്ടോ. ഓഫീസിൽ വന്നിരുന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടുന്ന് പോയി വരാൻ കുറച്ച് റിസ്ക്, കാരണം 3 ബസ് മാറി കയറണം. അതുകൊണ്ടാണ്. പിന്നെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഓഫീസിൽ വന്നിരുന്ന് വർക്ക് ചെയ്യാം. ഞങ്ങൾക്ക് എന്താ വർക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫുള്ള് ഈ കമ്പനിക്കുള്ള വർക്ക് ഫുള്ള് ഓൺലൈൻ വഴിയാണ് വരിക. ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ആഡ് കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ ഏതാണോ ടീഷർട്ട് ആവും, ചിലപ്പോൾ ജേഴ്സി ആവും, ചിലപ്പോൾ ഓൾ ടൈപ്പ് യൂണിഫോംസും നമ്മളെ കമ്പനിയിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ ടൈപ്പ് ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ അത് അവരെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനും ഡിസൈനും ഏതാണ് എങ്ങനെയാണെന്ന് വേണ്ടത് നോക്കിയിട്ട് അത് നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിക്കും. നമ്മളെ ഡിസൈനർമാരാണ് ഈ നിൽക്കുന്ന ഒരാൾ. നമ്മളെ കമ്പനിയിൽ നിന്ന് പോവാട്ടോ. ആൾക്ക് ഗൾഫിൽ ജോലി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 4 ഡിസൈനർമാരുണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ഡിസൈന് കാര്യങ്ങൾ സൈസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഡിസൈനർമാരെ കൊണ്ട് അവരെ ടീഷർട്ട് ജേഴ്സി ഷർട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ക്യാപ്പ് അടക്കം ഓക്കെ എല്ലാ ടൈപ്പ് ഡ്രസ്സ് അടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവരെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുക. അവരെ കാര്യങ്ങളൊക്കെ അവരെ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ഇവരെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കും. ഇങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിക്കും. എന്നിട്ട് അത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തിട്ട് ഇവരെ ഡിസൈനൊക്കെ ഓക്കെ ആക്കിയിട്ട് നമ്മൾ ഓർഡർ ഇടുക ചെയ്യുക. ഓർഡർ ഇടാൻ നമ്മളെ ഷോഫാബിൻ്റെ തന്നെ വെബ്സൈറ്റ് വരുന്നുണ്ട്. അതിൽ നമ്മൾ ഓർഡർ ഇടും. ഓർഡർ ഇട്ട് അവരേക്ക് ഓർഡർ ഷീറ്റ് മെസ്സേജ് വാട്സപ്പ് വഴി തന്നെ അവർക്ക് സൈസ് ഡീറ്റെയിൽ അവരെ ഇതൊക്കെ മെസ്സേജ് അവരെ ഫോണിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് പോകും. അതൊക്കെയാണ് നമ്മളെ ഡ്യൂട്ടി. പിന്നെ ഈ ഓർഡർ അവിടെ എത്തിയിട്ട് അത് നമ്മൾ ഓഫീസ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നമ്മൾ ഓർമ്മിപ്പിച്ച് കൊടുക്കണം. ഈ സംഭവം എന്തായി എങ്ങനെ ആയി എന്നുള്ളതൊക്കെ നമ്മൾ ചോദിച്ചറിയണം. അത് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് അത് ഓഫീസിൽ എപ്പോഴും കോൺടാക്റ്റിൽ നമ്മൾ നിൽക്കും. എന്നിട്ട് അത് റെഡി ആയതിന് ശേഷം അവർ ഇന്ന തീയതി പറഞ്ഞാൽ അന്ന് നമ്മൾ ഈവനിങ് വൈകുന്നേരം ഈ സംഭവം കൊറിയർ അയക്കും. ചിലത് കൊറിയർ അയക്കും, ചിലത് ബസ്സിനായിരിക്കാം, കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിന്. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഓഫീസിൽ വന്ന് എടുത്തോളാമെന്നും പറയാം. ഓഫീസിൻ്റെ അടുത്തുള്ളവരായിരിക്കും കേട്ടോ ഇവിടെ വന്ന് അവരത് കളക്ട് ചെയ്ത് പോകുന്നവർ. അല്ലാത്തവർക്കൊക്കെ നമ്മൾ കൊറിയർ ബസ് വഴി തന്നെയാണ് അയച്ചു കൊടുക്കാറ്. പിന്നെ ഈ ഒരു യൂണിറ്റ് കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ ക്ലോത്ത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സെലക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൺലൈൻ വഴി കസ്റ്റമേഴ്സിന് ഏതാണ് ക്ലോത്ത് വേണ്ടത്, എങ്ങനെ യൂസ് ചെയ്യാനാണ്, ഡെയിലി യൂസിനാണോ ഒറ്റ യൂസിനാണോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവർക്ക് ഈ ഒരു ക്ലോത്തൊക്കെയാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ അവർ സെലക്ട് ചെയ്യും. അത് നമ്മൾ ഇവിടുന്ന് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിലോട്ട് സ്റ്റിച്ചിങ്ങിലോട്ട് അതുപോലെ തന്നെ ബട്ടൺ ഫിറ്റ് ചെയ്യാനുള്ളതിന് ബട്ടൺ ഫിറ്റ് ചെയ്ത് അത് അയൺ സെക്ഷനിലോട്ട് പോകും. പിന്നെ അത് നമ്മൾ പാക്ക് ചെയ്ത് കൊറിയറിലോട്ട് വിടുകയാണ് ചെയ്യുക. അങ്ങനെ റെഡി ആയി കഴിഞ്ഞാൽ ഇവിടെ ഓരോ പാക്ക് ഉണ്ട്, ഓരോ കസ്റ്റമറുടെ സാധനങ്ങളാട്ടോ. ഇനിയിപ്പോൾ 3-4 ദിവസം ലീവാണല്ലോ, നബിദിനം ഓണം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് ഇന്ന് പോകേണ്ട സാധനങ്ങളാണ് നമ്മൾ അയച്ചു കൊടുക്കും കേട്ടോ. ഇന്ന് അയച്ചാൽ തന്നെ 2-3 ദിവസം ഇനിയിപ്പോൾ ലീവ് ആയതുകൊണ്ട് ആ ലീവൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കസ്റ്റമറെ കയ്യിൽ കിട്ടുക. ചിലപ്പോൾ അത് കസ്റ്റമേഴ്സ് പറയും ഓണം ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതാണ് നമ്മുടെ ഡിസൈൻ ഭാഗം കേട്ടോ. ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിലാണ്. അത് പേര് നമ്മുടെ സാർമാരാട്ടോ. അപ്പോൾ ഡിസൈൻ
ഡിസൈൻ ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ്. നമ്മുടെ ഡിസൈൻ സ്റ്റാഫാണ് ഈ നിൽക്കുന്നത്. പിന്നെ പ്രിൻറ്റിങ്ങിൻ്റെ ഓരൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ പ്രിൻറ്റിങ്ങിൻ്റെ ഒക്കെ ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ. അങ്ങനെ എല്ലാ സ്റ്റാഫും ഒന്ന് ഒന്നിച്ചുകൂടി നമ്മൾ അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ സാറാണ് കേട്ടോ ഈ നിൽക്കുന്നത്, ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെയാണ് മെയിനായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഡിസൈനർ, നമ്മളെ ചെറിയ ചെറിയ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കമ്പനീൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലേക്ക് നമ്മളെ സാധനങ്ങൾ പോകുന്നുണ്ട്. കേരളത്തിൽ പുറത്തേക്കും ഗൾഫിലേക്ക് അടക്കം ഇപ്പം യൂണിഫോംസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞത്. ടീഷർട്ട്, ജേഴ്സി, ആപ്രോണ്, സ്പോർട്സ് വെയർ, ഹുഡീസ്, ഷോർട്സ്, ട്രാക്ക് സൂട്ട്, ക്യാപ്പ്, ഷർട്ട്, പാൻറ്, ഷെഫ് കോട്ട്, ഓവർ കോട്ട്, നഴ്സിംഗ് കോട്ട്, ലാബ് കോട്ട്, ഫോർമൽ പാക്കറ്റ്, ഓൾ ടൈപ്പ് യൂണിഫോംസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈനിങ്ങിനും പ്രിൻറ്റിങ്ങിനുമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കമ്പനിയത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഓണപ്പരിപാടികളാണല്ലോ നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഇതുവരെ കണ്ടത്. ആയിട്ടുള്ള ഒരു ദിവസം നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന വർക്ക് കാര്യങ്ങളൊക്കെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ജേഴ്സിയോ ടീഷർട്ടോ അങ്ങനെയുള്ള ഓൾ ടൈപ്പ് യൂണിഫോംസ് ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കൂടി ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിടാം. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓഫീസിലെ ഓണപ്പരിപാടികൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.